യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 21-ാം തിരുവചനം. കർത്താവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെ ആക്കണമേ. നമ്മുടെ അവസ്ഥകളെക്കുറിച്ച് ദൈവസന്നിധിയിൽ പരാതിപ്പെടുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്നും നിൻ്റെ അടുക്കിലേക്ക് ഞങ്ങൾ തിരിച്ചു വരുവാൻ, ഞങ്ങൾക്ക് എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടു പോയത് അത് ഞങ്ങൾക്ക് തിരിച്ചു തരണമേ എന്ന് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ഈ അവസ്ഥ കർത്താവെ, നീ ഒന്ന് മാറ്റിത്തരണമേ. ഞങ്ങൾ നിന്നിൽ നിന്നും ഒത്തിരി അകന്നു പോയിരിക്കുന്നു. ആ അകൽച്ച മാറ്റി നിന്നോടൊപ്പം നടക്കുവാൻ, അങ്ങ് എൻ്റെ മുന്നിലും പിന്നിലും വശങ്ങളിലുമുണ്ടെന്ന ഉറച്ച വിശ്വാസത്തിൽ നടക്കുവാൻ, അത്യുന്നതൻ്റെ സംരക്ഷണത്തിലും സർവശക്തൻ്റെ തണലിലുമാണ് എൻ്റെ ജീവിതം ഓരോ നിമിഷവും സംരക്ഷിക്കപ്പെടുന്നതെന്ന് ഉറച്ചു വിശ്വസിക്കുവാൻ ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകത്തിലേക്ക് തിരിക്കാനല്ല, ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ലോകത്തിൻ്റേതായ സന്തോഷങ്ങളിലേക്ക് തിരിക്കാനല്ല, പിതാവായ ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മളെ ഓരോരുത്തരെയും എത്തിക്കാനാണ് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ലോകം നമ്മുടെ പുറകെ വരും. ആ ദൈവാനുഭവത്തിന് വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അതിനുവേണ്ടി ഒരുക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. അവരെ ഓരോരുത്തരെയും കർത്താവിൻ്റേതാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം സമാധാനത്തിലേക്ക് മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ യുദ്ധത്തിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ രക്ഷകനും നാഥനും സമാധാനപ്രിയനുമായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.